പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. ഇന്ന് നോക്കുന്നത് ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ എന്ത് മാർഗനിർദ്ദേശമാണ് ഈ ഒരു വർഷം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു ഇമോഷണൽ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ വൈകാരിക മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പരിപാലനങ്ങൾ, നിങ്ങൾക്ക് സപ്പോർട്ട് ഇമോഷണൽ വൈസ് കിട്ടുന്ന ഒരു വർഷമാണ്. അത് നിങ്ങളുടെ സർക്കിളിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, നിങ്ങൾ ആയിട്ട് ക്ലോസ് ആയി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഒരു നർച്ചറിങ് എനർജിയാണ് ഈ ഒരു വർഷം കിട്ടുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് കപ്സ്. ഇതും ഒരു ഇമോഷണൽ കാർഡ് തന്നെയാണ്, വൈകാരികമായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. അപ്പോൾ ഈ ഒരു വർഷങ്ങളിൽ പുതുതായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് പോകാനും പുതിയൊരു എക്സൈറ്റ്മെന്റോട് കൂടി വേറിട്ട രീതിയിൽ നിങ്ങൾ ലൈഫിനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഉള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ഒരു ലക്ക് ഫാക്ടർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് കുറച്ചും കൂടി ലക്ക് കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിഷമഘട്ടങ്ങളിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു സൈക്കിളോടെ ബ്രേക്ക് ആകാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിന്റെ എൻഡോട് കൂടിയിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇവിടെ എൻഡ് ആകാണ്. നിങ്ങളുടെ കാർമിക് സൈക്കിൾ ഇവിടെ അവസാനിക്കുന്ന ഒരു കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു പുതുവർഷത്തിലെ റീഡിംഗ് എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു. താങ്ക് യു.